പോക്സോ കേസിൽ കുംഭമേള വൈറൽ താരത്തെ കണ്ടെത്താനാകാതെ മധ്യപ്രദേശ് പോലീസ് പെൺകുട്ടിയെ കണ്ടെത്തി തിരികെ കൊണ്ടുപോകാനായി മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ തുടരുകയാണ്. പെൺകുട്ടിയും ഭർത്താവും സംരക്ഷണം ആവശ്യപ്പെട്ട് കൊച്ചി സിറ്റി പോലീസിനെ സമീപിച്ചിരുന്നു. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നുണ്ട്. സഹിൻ, ഈ പെൺകുട്ടിയും അതേപോലെ തന്നെ പങ്കാളിയും രണ്ടുപേരും ഒരു അഭയം തേടി കേരളത്തിലേക്ക് വന്നതാണ്. തങ്ങളുടെ നാട്ടിൽ തങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നും ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നും സഹായം വേണമെന്നും കേരളമാണ് അതിന് അനുയോജിച്ച മണ്ണെന്നും ഒക്കെയുമുള്ള തിരിച്ചറിവിൽ അവർ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. പിന്നീട് അവരുടെ സർട്ടിഫിക്കറ്റുകളും രേഖകളും ഒക്കെയും പരിശോധിച്ച് എല്ലാം ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് വിവാഹം നടക്കുന്നതുമൊക്കെയും. പക്ഷേ അത് വല്ലാത്തൊരു വയ്യാവേലിയായി പോകുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും സേതു, അതായത് ഈ മധ്യപ്രദേശ് പോലീസ് കഴിഞ്ഞ 2 ദിവസമായി കൊച്ചിയിൽ തുടരുകയാണ്. ഇന്നും അവർ കൊച്ചിയിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുംഭമേള വൈറൽ താരത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് അവരുടെ ലക്ഷ്യം. ആ പെൺകുട്ടിയെ പിടികൂടി അടങ്ങുമെന്നുള്ള നിലയിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതി ഉണ്ടായിരുന്നു. പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാതെയാണ് ഈ പങ്കാളി വിവാഹം കഴിച്ചത് എന്നുള്ളതായിരുന്നു മാതാപിതാക്കളുടെ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുകയും മധ്യപ്രദേശ് പോലീസ് തൃക്കാക്കരയിലെത്തി ഈ പെൺകുട്ടിയുടെ ഈ പങ്കാളിയുടെ സുഹൃത്തിന്റെ വീടുകളിലടക്കം പരിശോധന നടത്തുകയും എല്ലാം ചെയ്തിരുന്നു. ഇന്നലെ ഇതേ സമയത്ത് തന്നെയായിരുന്നു പെൺകുട്ടിയും പങ്കാളിയും ചേർന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകിയിരുന്നത്. തങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നത്. എന്തായാലും പെൺകുട്ടിയും പങ്കാളിയും ഇപ്പോൾ സ്ഥലം മാറിയിട്ടുണ്ട്. അവർ നേരത്തെ താമസിച്ചിരുന്നിടത്തു നിന്നും ഒളിവിലേക്ക് അല്ലെങ്കിൽ ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ മധ്യപ്രദേശ് പോലീസ് ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പെൺകുട്ടിയെ പിടികൂടി നാട്ടിലേക്ക് കൊണ്ടുപോയേ അടങ്ങുള്ളൂ എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് മധ്യപ്രദേശ് പോലീസും. സേതു.